അല്ലേ? ഈ അതിദാരിദ്ര്യം നീക്കലിന് മുൻപ് ചില കാര്യങ്ങൾ ഇവിടെ രേഖകളിൽ കിടപ്പുണ്ട്. കേരളത്തിൽ പാവപ്പെട്ടവർക്ക് സൗജന്യ ഇൻ്റർനെറ്റ് എന്തായി രായാവേ? 2017 പ്രഖ്യാപിച്ചതാണ്. ഏതാണ്ട് 20 ലക്ഷം കുടുംബങ്ങൾക്ക്, അതായത് വളരെ പാവപ്പെട്ടവർക്ക് സൗജന്യ ഇൻ്റർനെറ്റ്. അതെല്ലാവർക്കും കിട്ടിയോ? ഒരു 1600 കോടിയെങ്കിലും ഖജനാവിൽ നിന്ന് പോയിട്ടുണ്ട്. അതും പലർക്കും കിട്ടിയിട്ടുമുണ്ട്. പക്ഷെ ജനങ്ങൾക്ക് കിട്ടിയോ? കിട്ടിയില്ല തമ്പ്ര. മടങ്ങി വരുന്ന പ്രവാസികൾക്ക് 6 മാസത്തെ ശമ്പളമാണ് പറഞ്ഞത്. ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ പറയുക. പിന്നെ എല്ലാ കുട്ടികൾക്കും എല്ലാ വീടുകളിലും ഒരു ലാപ്ടോപ്പ്. എൻ്റെ അറിവിൽ ആർക്കും കിട്ടിയിട്ടില്ല. 89 രൂപ നിരക്കിൽ ചിക്കൻ. 15 ലക്ഷം പേർക്ക് തൊഴിൽ. കുട്ടനാട്ടിലെ പ്രശ്നം പരിഹരിക്കാൻ, എല്ലാ വീടുകളിലും വെള്ളം കയറുന്ന പ്രശ്നം പരിഹരിക്കാൻ നെതർലാൻഡ്സിൽ പോയി. റൂം ഫോർ റിവർ. പക്ഷേ പോയി എല്ലാം കണ്ട് സന്തോഷിച്ച് തിരിച്ചു വന്നു കുടുംബസമേതം. കുട്ടനാട്ടിൽ നിന്നും 2 മഴ പെയ്താൽ എല്ലാവരുടെയും വീടുകളിൽ റിവർ എത്താറുണ്ട്. ആശമാർക്ക് എല്ലാ ദിവസവും 700 രൂപ നിരക്കിൽ വേജസ് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 1000 രൂപ 9 മാസത്തിന് ശേഷം പറയുന്നു. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് എന്തെങ്കിലും യാഥാർത്ഥ്യവുമായി ബന്ധമുണ്ടെങ്കിൽ മറുപടി തരൂ പ്ലീസ്.